ഒരു സോഷ്യൽ മീഡിയ മെസ്സേജ് മതിയല്ലോ ഇതൊന്ന് പരിഹരിക്കാൻ. എത്രയോ ആരാധകരുള്ളതാണ്. ഞാനൊന്ന് നോക്കട്ടെ ഡോക്ടർ. ഓക്കെ, എത്രയും പെട്ടെന്ന് വേണം. ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും കണക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യണം. ശരി ഡോക്ടർ. ശരി. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും അറിയും. ശ്യാം ഒരിക്കലും അത് അംഗീകരിക്കില്ല. വേറെന്തെങ്കിലും വഴി നോക്കാം. വല്ലാത്ത പൊള്ളലുണ്ടല്ലേ? മേഡം കാഷ്വാലിറ്റിയിലേക്ക് പോകോളൂ, ഞാൻ ഒപ്പി എടുത്തിട്ട് വരാം. വാ. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. കുമാർ സർ, സിറ്റുവേഷൻ അല്പം പ്രശ്നമാണ്. ബ്ലഡ് ഇതുവരെ ഓക്കെ ആയിട്ടില്ല. സാറിന് ഒന്ന് ഇതുവരെ വരാൻ പറ്റുമോ? കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് ബ്ലഡിന് വേണ്ടി അറേഞ്ച് ചെയ്യാൻ വേണം. ഓക്കെ സർ. ഐശ്വര്യയും മാലിന്യം വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ ഇപ്പോഴത്തെ ഒരു വലിയ പ്രോബ്ലം. ഹലോ വിനയ മാഡം, എന്തു പറ്റി? അമ്പലത്തില് ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. പെട്ടെന്ന് എന്റെ ഡ്രസ്സില് വിളക്കിന്ന് തീ പിടിച്ചു. ഈ കുട്ടി അത് കൈകൊണ്ട് തല്ലിക്കെടുത്തിയപ്പോ കൈ പൊള്ളിയതാ. കൈക്ക് മാത്രമേ പൊള്ളലുള്ളൂ? അതെ ഡോക്ടർ. വരൂ, ഇവിടെ ഇരിക്കും. കാര്യമായ പൊള്ളലില്ല. സിസ്റ്റർ ഈ കൈ ഒന്ന് ക്ലീൻ ചെയ്യൂ. കുറച്ചു നേരത്തേക്ക് കൈ ഒരു കാരണവശാലും നനയ്ക്കാൻ പാടില്ല. ഓക്കെ മാഡം? ഡോക്ടർ, ബ്ലഡ് കൊടുക്കാനുള്ള ആളെത്തിയോ? സോറി ഡോക്ടർ, എല്ലാ മ്യൂസിക് ഗ്രൂപ്പിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ ലുക്ക്, അവരുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്. സോ എത്രയും പെട്ടെന്ന് ബ്ലഡ് എത്തിച്ചേ പറ്റൂ. വരും സർ, എത്രയും പെട്ടെന്ന് തന്നെ വരും. ബി സീരിയസ്, അല്ലെങ്കിൽ അപകടത്തിൽ കലാശിക്കും. മെറിൻ, നമ്മുടെ കോണ്ടാക്ട് ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണമല്ലോ. എന്തു പറ്റി? സിംഗർ ശ്യാമ ഗുരുതരമായി പരിക്കേറ്റ് ഒബ്സർവേഷൻ റൂമിലാണ്. ശ്യാമയോ? ഡോക്ടർ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? സോറി മാഡം, ഇപ്പൊ ഒബ്സർവേഷനിലാണ്. അവർക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ബ്ലഡ് വേണം.
AB നെഗറ്റീവാണ് ഗ്രൂപ്പ്. അവർക്ക് ഇതുവരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ബ്ലഡ് ബാങ്കിൽ സ്ട്രോക്കും ഇല്ല. ഷോ ഞാനിപ്പോ തന്നെ പ്രൊസീഡ് ചെയ്യാം ഡോക്ടർ. ശരി. റെസ്റ്റ് എടുക്ക, ഞാനിപ്പോ വരാം. ഡോക്ടർ, ശ്യാമ മാഡത്തിന് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ പ്രോബ്ലം അല്ലേ? യെസ്, അതാ എല്ലാരും ടെൻഷനായിട്ട് ഇരിക്കുന്നു. അത് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാ. ഞാൻ കൊടുത്തോളാം. അതെ, രാധികയ്ക്ക് ഈ കണ്ടീഷനിൽ ബ്ലഡ് കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ ഡോക്ടർ? ഈ കുട്ടി ഓക്കെ ആണെങ്കിൽ കൊടുക്കുന്നതിൽ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ കൊടുക്കാം ഡോക്ടർ. ശ്യാമ മാഡത്തിന് എനിക്ക് അത്ര ഇഷ്ടാ. എന്റെ രക്തം കൊണ്ട് മാഡത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തോളാം. ആ, ഞാൻ ബ്ലഡ് കൊടുക്കാം ഡോക്ടർ. ഡോക്ടറെങ്കില് ബാക്കി കാര്യങ്ങള്. ആ, സിസ്റ്റർ, ഡോക്ടർ കൃഷ്ണകുമാറിനൊന്ന് വിളിക്കാം. ഇങ്ങനൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ചെയ്തു തീർത്ത പോലെയാ എനിക്ക് തോന്നുന്നത്. മാഡം തിരിച്ചു പോണെങ്കിൽ പൊക്കോളൂ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോയിക്കോളാം. അത് സാരമില്ല, എല്ലാം തീർന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ ഡോക്ടർ, എന്താ പ്രശ്നം? ഡോക്ടർ, ഈ കുട്ടി AB നെഗറ്റീവാ. ഓ, ഇവര് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറുമാണ്. ഈ കുട്ടിക്ക് എന്ത് പറ്റിയതാ? കൈയൊന്ന് പൊള്ളിയതാ. ആ, മെഡിസിൻ ഒക്കെ എടുത്തു. കുട്ടിക്ക് സമ്മതമാണല്ലോ അല്ലേ? ഓ, എനിക്ക് 100 വട്ടം സമ്മത. അത്രയ്ക്ക് ആരാധനയാണ് ഇവൾക്ക് ശ്യാമ മാഡത്തിനോട്. ദാറ്റ്സ് ഓക്കെ. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കുട്ടിയുടെ ഈ ഹെൽപ്പ്. ഇതാണ് ഇതുപോലുള്ള കലാകാരന്മാരുടെ പുണ്യം. എനിവേ, ഗോഡ് ഈസ് ഗ്രേറ്റ്. കുട്ടി വരൂ. മാഡം പുറത്ത് വെയിറ്റ് ചെയ്തോളൂ. ഞാൻ പെട്ടെന്ന് വരും. ബ്ലഡ് കൊടുക്കാൻ തൽക്കാലം ഒരാൾ ഡോക്ടർ അറേഞ്ച് ചെയ്തു. ഇനിയും വേണ്ടിവരുമെന്ന് അറിയില്ല. സാർ ആരെങ്കിലും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരണം പ്ലീസ് സാർ. എന്തായി മാഡം? കൈ ഡ്രസ് ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ നമുക്ക് പോവാം. ഡയറക്ടർ 3-4 തവണ വിളിച്ചു. ഇവിടെ സിംഗർ ശ്യാമ ഒരു ആക്സിഡന്റ് സംഭവിച്ചു വന്നിട്ടുണ്ട്. അവർക്ക് അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണമായിരുന്നു. റെയർ ഗ്രൂപ്പാണ്. ആ കുട്ടി ശ്യാമ മാഡത്തിന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയിരിക്കുക. എന്ത് കഷ്ടമാണ് മാഡം. എല്ലാ കാര്യത്തിലും ഇങ്ങനെ കയറി ഇടപെട്ടാലോ? അമ്പലം അടയ്ക്കുമ്പോഴേക്കും ഷൂട്ടിംഗ് തീർക്കണം. ഡയറക്ടർ നല്ല ചൂടിലാണ്. ഞാനും നല്ല ചൂടിലാണെന്ന് ഡയറക്ടറോട് പറയും. നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു കലാകാരിയാണ് അകത്ത് സുഖമില്ലാതെ കിടക്കുന്നത്. അവർക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോ അത് കൊടുക്കാൻ ആ കുട്ടി തയ്യാറായി. അതൊരു മഹത്വമായിട്ട് മനസ്സിലാക്കണം. അതൊന്നും അറിയാതെ തിരക്ക് പിടിക്കുകയാണെങ്കിൽ എനിക്കിപ്പോ വരാൻ ബുദ്ധിമുട്ടാണെന്ന് ഡയറക്ടറോട് പറഞ്ഞേക്കെ. മാഡം പ്ലീസ് സുബിൻ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ.
മാഡം, ശ്യാമ മാഡത്തിന് എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഡോക്ടറോട് ചോദിച്ചു നോക്കാം. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. സാധാരണ കടുത്ത ആരാധകര് രക്തത്തിൽ കൈമുക്കി കത്തെഴുതൂന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഇനി മുതൽ ശ്യാമയുടെ ഞരമ്പിലൂടെ ഓടുന്നത് രാധികയുടെ രക്തം കൂടിയാണല്ലോ. എന്റെ ഭാഗ്യ. പലപ്പോഴും എന്റെ ജന്മത്തിനെ കുറിച്ച് എനിക്ക് പരാതിയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ തോന്നാ എന്റെ ജന്മത്തിന് എന്തോ വലിയൊരർത്ഥം ഉണ്ടായിന്ന്. ദേ, ശ്യാമയുടെ ഡോക്ടറാ. വാ. ഡോക്ടർ, ശ്യാമ മാഡത്തിന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കുട്ടി ചെയ്തത് ഒരു പുണ്യമാണ്. എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇവൾക്ക് ശ്യാമ മാഡത്തെ ഒന്ന് കയറി കാണാൻ പറ്റുമോ? ഐ ആം സോറി, ഇപ്പൊ എന്തായാലും പെർമിറ്റ് ചെയ്യാൻ കഴിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നോക്കാം. എങ്കിൽ സാരമില്ല. ശ്യാമ മാഡത്തിന് ബോധം വീഴുമ്പോ എന്റെ അന്വേഷണം ഒന്ന് പറഞ്ഞാൽ മതി. ഈ കുട്ടി വിനയ മാഡത്തിന്റെ ആരാണ്? എന്റെ അനുജത്തിയാണ്. ഓ, അങ്ങനെയാണോ? മാഡം പോകാം. പോകാം. മെഡിസിൻ ഒന്നും വാങ്ങിയില്ലേ? വാങ്ങി മാഡം, ഡ്രൈവറെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. താങ്ക് യു. വാ. ആ കുട്ടിക്ക് ശ്യാമ മേഡത്തിന്റെ അതേ മുഖച്ഛായ. ഡോക്ടർ, കാഷ്വാലിറ്റി ചോദിച്ചപ്പോ ശ്യാമയ്ക്ക് ബ്ലഡ് കൊടുത്ത ആ പെൺകുട്ടി പോയെന്ന് പറഞ്ഞു. അവരെ എനിക്കൊന്നും കാണാൻ പോലും പറ്റിയില്ല. ആ കുട്ടി ഇതാ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ആ കുട്ടിക്ക് ശ്യാമ മേഡത്തിന്റെ അതേ മുഖച്ഛായ. എന്നിട്ട് ആ കുട്ടി എവിടെ? ശരി ഡോക്ടർ. സുബിൻ, ഞാൻ ഈ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് അമ്പലത്തിലേക്ക് എത്തിയേക്കാം. ഓക്കെ മാഡം. ഈശ്വര, ശ്യാമയ്ക്ക് രക്തം കൊടുത്തത് ശ്യാമയുടെ മകള് തന്നെയാണോ? എന്തിനാ കൂടുതൽ പറയുന്നത്? സിനിമാക്കാരുടെ കാറിൽ കയറി കറങ്ങാനൊരു അവസരം കിട്ടിയപ്പോ അവൾ അത് ഉപയോഗിച്ചു, അത്ര തന്നെ. അമ്മേ, അവളുടെ കൂടെ പോകാൻ എനിക്ക് പറ്റിയില്ല. അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു. പക്ഷേ എന്റെ മോളുടെ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. സ്വന്തം അനിയത്തിയായിട്ട് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാ അവരവളെ കൂട്ടിക്കൊണ്ടുപോയത്. അവളെ അനുജത്തിയായിട്ടും അമ്മയായിട്ടും ആർക്കും കാണാമല്ലോ. തന്തയും തള്ളയില്ലാത്തവളല്ലേ. എന്ത് ബന്ധം സ്ഥാപിച്ചാലെന്താ? ഒന്ന് മിണ്ടാതിരിക്കമ്മേ. എന്റെ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് അറിയാത്ത സങ്കടത്തിലാ ഞാൻ. എടി, അവൾ അങ്ങനെ പെട്ടെന്ന് ചത്തുപോകത്തൊന്നുമില്ല. അതിനെക്കുറിച്ച് നീ പേടിക്കണ്ട. ബാക്കിയുള്ളവരെല്ലാം കൊല്ലാൻ വേണ്ടി ജനിച്ചവള് തനിച്ചങ്ങ് ചത്തുപോവോ? അമ്മേ, വാക്കുകൾ അതിര് കടന്നു പോണ്ട. യശോദേ, ഏത് ഹോസ്പിറ്റലിലേക്കാ പോയതെന്നറിയാൻ ഞാൻ ആ സിനിമാക്കാരോട് ചോദിച്ചു. ആ നടിയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ KMK ഹോസ്പിറ്റൽ വരെ പോയി നോക്കട്ടെ. അതാണല്ലോ അടുത്തുള്ളത്.
മോളെ എവിടെ ആയിരുന്നടി ഇതുവരെ? അത് മുത്തശ്ശി ഹോസ്പിറ്റലില്. നീ എന്തിനാ എല്ലാത്തിന്റെ ഇടയിൽ ചെന്ന് ചാടുന്നത്? ഷൂട്ടിങ് വന്നാ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ അവർക്കറിയില്ലേ? നീയാണോ ഈ ലോകത്തിലെ എല്ലാവരെയും രക്ഷിക്കുന്നേ? എന്താ ഇത്? രാധികയോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? കൈക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല. 3-4 ദിവസം കൈ നനയ്ക്കാതെ ശ്രദ്ധിക്കണം. തിരുമേനി, രാധികയെ പോലൊരു മോള് ഏതൊരച്ഛന്റെയും ഭാഗ്യം തന്നെയാ. ഓ, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ രാധിക സ്വന്തം കൈ പൊള്ളുന്നത് പോലെ ഓർക്കാഞ്ഞത്. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ രാധിക ഒരു ജീവൻ തന്നെ രക്ഷിച്ചു. മനസ്സിലായില്ല. നമ്മുടെ ഗായിക ശ്യാമ വാസുദേവനില്ലേ, അവരൊരു ആക്സിഡന്റ് സംഭവിച്ച് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവര് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അവരുടെ ബ്ലഡ് റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് കിട്ടാതെ വിഷമിക്കുകയായിരുന്നു. അവർക്ക് ബ്ലഡ് കൊടുത്തത് രാധികയാണ്. ഒരൊറ്റ ദിവസം വേണമെങ്കിൽ 2 പേർക്ക് ജീവൻ ദാനം ചെയ്തു എന്ന് പറയാം. വലിയ മനസ്സുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെയൊരു മകളെ പ്രസവിച്ചത് അമ്മ ചെയ്ത പുണ്യോ. ആര് പ്രസവിച്ചു? ഇവളെ യശോദ പ്രസവിച്ചതൊന്നുമല്ല. ഇവളിവിടുത്തെ കുട്ടിയും അല്ല. അമ്മേ, പറയുന്നതുകൊണ്ടെന്താ? ഇവളുടെ തന്തയും തള്ളയും ആരാണെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ. പെരുവഴിന്ന് കിട്ടിയതാ ഇതിനെ. ശരി തിരുമേനി, എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോണം. എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യാ. അയ്യോ, ഇത്രയും വലിയൊരാള് വീടിന്റെ ഉമ്മറം വരെ വന്നിട്ട് അകത്തൊന്ന് കേറാതെ പോവാന്ന് വെച്ചാല്. രാധികയെ കാണാൻ ഞാൻ ഇനിയും വരും. അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം. എനിക്ക് അങ്ങനെ ഇവളെ പെട്ടെന്ന് പിരിയാൻ തോന്നുന്നില്ല. ഞാൻ പോട്ടെ രാധികെ. അതെ, അമ്മ പറഞ്ഞത് കാര്യാക്കണ്ട. ഞങ്ങൾക്ക് ഇവള് സ്വന്തം മോള് തന്നെ. മാറി ചിന്തിക്കാൻ എനിക്ക് യശോദയ്ക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് മനസ്സിലാവും തിരുമേനി. പിന്നെ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും ഒരേ മനസ്സാവണമെന്നില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. തിരുമേനിക്ക് അഭിമാനിക്കാവുന്ന ഒരു മോള് തന്നെയായിരിക്കും രാധിക. അത് ഞാൻ ഉറപ്പിച്ചു പറയാം. എനിക്കിപ്പോ പോയേ പറ്റൂ രാധികെ. ഇറങ്ങട്ടെ, റെസ്റ്റ് എടുക്കൂ. അമ്മേ, രാധികയുടെ ജന്മത്തെക്കുറിച്ച് അവർ വല്ലതും ചോദിച്ചോ അമ്മയോട്? അമ്മ എന്തിനാ അങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ പോയത്? പറഞ്ഞാലെന്താ, സത്യമല്ലേ? അല്പം കൂടി മനുഷ്യത്വം കാണിച്ചൂടെ അമ്മേ? എത്ര വലിയൊരു താരമാണ് അവര്. എന്തു മാന്യമായിട്ടാണ് നമ്മളോട് പെരുമാറിയത്. മോളെ കുറിച്ച് അവർ നല്ലത് പറഞ്ഞപ്പോ അമ്മയ്ക്ക് അത് സഹിച്ചില്ല. അതല്ല സത്യം. അതേടാ, അത് തന്നെയാ സത്യം. എന്താ, നിനക്ക് പിടിച്ചില്ലേ? നിന്റെ പാരമ്പര്യം പറഞ്ഞ് ഇവൾ അഹങ്കരിക്കുന്നു.
ഈ കുടുംബത്തിന്റെ പാരമ്പര്യം പറഞ്ഞ ആരെങ്കിലും ഇവളുടെ കാര്യം പറയുന്നതും എനിക്കിഷ്ടമല്ല. അതെന്റെ കുലത്തിന് ഞാൻ കൊടുക്കുന്ന മര്യാദയാണ്. അത് കാണാൻ പറ്റാത്തവര് കാണണ്ട. ശ്ശേ, എന്ത് കഷ്ടം. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അതേക്കുറിച്ച് നീ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. നിനക്ക് വേദനയൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അച്ഛാ, ഞാൻ വലിയ സന്തോഷത്തിലാ. ഉള്ളിലെപ്പോഴും ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പിറന്ന ചോരയെക്കുറിച്ച് എപ്പോഴും മുത്തശ്ശി അപമാനിച്ച് സംസാരിക്കാറില്ലേ? പക്ഷേ അതേ ചോര കൊണ്ട് ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാളെ എനിക്ക് രക്ഷിക്കാൻ പറ്റി.